ഹായ് ഓൾ, KTU ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 7th സെമസ്റ്ററിലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 1 എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ത്രെഡഡ് ജോയിൻറ്റ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് നോക്കിയത്. ദെൻ അതിൻ്റെ ഒരു പ്രോബ്ലവും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷനായിട്ട് രണ്ട് പ്രോബ്ലംസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം വായിക്കാം. 2 shafts are connected by means of a flanged coupling to transmit a torque of 25 Newton meter. The flanges of the coupling are fastened by 4 bolts of the same material at a radius of 30 mm. Find the size of the bolts if the allowable shear stress for the bolt material is 30 megapascal. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ ഒരു ഫ്ലാഞ്ചഡ് കപ്ലിംഗ് വെച്ച് കണക്ട് ചെയ്യുന്ന ഒരു കേസാണ്. അതേപോലെ ഒരു ഷാഫ്റ്റിൽ നിന്ന് അടുത്ത ഷാഫ്റ്റിലേക്ക് ഒരു 25 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ഫ്ലാഞ്ചഡ് കപ്ലിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇൻപുട്ട് ഷാഫ്റ്റ് ഉണ്ടായിരിക്കും, അതിലാണ് ഈ ഒരു 25 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് കിട്ടുന്ന രീതിയിൽ അതവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന. ദെൻ അതിനോട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്ലാഞ്ച്, ഒരു മെയിൽ ഫ്ലാഞ്ചാണെന്ന് വിചാരിക്കുക. ദെൻ ആ ഒരു ഫ്ലാഞ്ചിൽ 4 ബോൾട്ടുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. ദെൻ ഈ ബോൾട്ടുകളാണ് ഫീമെയിൽ ഫ്ലാഞ്ചായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ദെൻ ഈ ഒരു ഫീമെയിൽ ഫ്ലാഞ്ചിൽ നിന്ന് അടുത്ത ഒരു ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിഷൻ നടക്കണം. ഓക്കെ, അപ്പോൾ 4 ബോൾട്ടുകൾ തമ്മിലാണ്, ബോൾട്ടുകളുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് മെയിൽ ഫ്ലാഞ്ചും ഫീമെയിൽ ഫ്ലാഞ്ചും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഷാഫ്റ്റ് തിരിയുമ്പോൾ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഫ്ലാഞ്ച് തിരിയണു. ദെൻ 4 ബോൾട്ടുകളാണ് ആ ഒരു ഫ്ലാഞ്ചിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോൾട്ടുകളുടെ അടുത്ത എൻഡിലാണ് അടുത്ത ഫ്ലാഞ്ച്, രണ്ടാമത്തെ ഫ്ലാഞ്ചിൻ്റെ ഭാഗം പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു ഷിയറിങ്, നമ്മുടെ രണ്ടാമത്തെ എൻഡിലുള്ള ഫ്ലാഞ്ച് ഇൻ കേസ് അത് അവിടുത്തെ ലോഡ് കുറേ കൂടുതലാണ്, 25 ന്യൂട്ടൺ മീറ്ററിനേക്കാളും വലിയൊരു ലോഡാണ് രണ്ടാമത്തെ ഷാഫ്റ്റിലുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു 4 ബോൾട്ടുകൾ അവിടെ ഷിയർ ചെയ്ത് ഫെയിൽ ചെയ്യാനാണ് ടെൻഡൻസി ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോൾട്ടുകൾ ആണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ഷിയർ സ്ട്രെസ്സാണ്. ആ ഒരു ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റൻറ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം സൈസ് ഈ ബോൾട്ടുകൾക്ക് വേണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഷാഫ്റ്റുകളുടെ, അപ്പോൾ 4 ബോൾട്ടാണ് ഇവിടെ ഫ്ലാഞ്ചസിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ വേറൊരു കാര്യം കൂടിയുള്ളത്, ഈ ബോൾട്ടുകൾ കൃത്യമായിട്ട് റീം ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഹോളുകളിൽ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് ലോഡ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു മെയിൽ ഫ്ലാഞ്ചും ഫീമെയിൽ ഫ്ലാഞ്ചും ഉണ്ട്. ഇതിൽ 4 ബോൾട്ടുകൾ ഇടാനായിട്ടുള്ള 4 ഹോളുകൾ ഈ 2 ഫ്ലാഞ്ചിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഹോളിന് ഒരു ഡയമെൻഷൻ ഉണ്ടാവും, അതേപോലെ ബോൾട്ടിനുള്ള ഒരു ഡയമെൻഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ബോൾട്ടിൻ്റെ നോമിനൽ ഡയാമീറ്ററിന് അതേപോലെ കൃത്യമായിട്ട് റീം ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഹോളാണ് അവിടെ ഉണ്ടാവേണ്ടത്. എന്നാലാണ് ബോൾട്ട് അതിൽ ഫിംഗർ ടൈറ്റ് ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ മാത്രമാണ് 4 ബോൾട്ടിലേക്കും ഈക്വലായിട്ട് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ടോർക്ക് കാരണം ഓരോ ബോൾട്ടിലും ഒരു ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഷാഫ്റ്റിൻ്റെയും ഫ്ലാഞ്ചിൻ്റെയും ഒക്കെ ഒരു സെൻട്രൽ ആക്സിസിൽ നിന്ന് ഒരു റേഡിയൽ ഡിസ്റ്റൻസിലാണ് ബോൾട്ട് ഇരിക്കുക. ആ ഒരു ഡിസ്റ്റൻസിലാണ് ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടോർക്ക് ഈക്വൽ ടു ഷിയർ ഫോഴ്സ് ഇൻറ്റു റേഡിയസ് ഓഫ് ദി ഫ്ലാഞ്ച് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ആ ഒരു ബോൾട്ട് സർക്കിളിൻ്റെ 4 ബോൾട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സർക്കിളുണ്ട്, ആ ഒരു സർക്കിളിൻ്റെ റേഡിയസ്. ഓക്കെ, ആ രീതിയിൽ നമുക്കൊരു റിലേഷൻ ഇവിടെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഇവിടുത്തെ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻട്രൽ ആക്സിസിൽ നിന്ന് ബോൾട്ട് സർക്കിളിലേക്കുള്ള അതിൻ്റെ റേഡിയസ് പറയുന്നത് 30 mm എന്നാണ്. ദെൻ
ബോൾട്ട് സൈസ് കണ്ടുപിടിക്കണം. ബോൾട്ട് മെറ്റീരിയലിൻ്റെ അലൗബിൾ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 30 MPa ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ഷിയർ ലോഡിങ് ആണ് ഇവിടെ വരുന്നതെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫ്ലാഞ്ചഡ് കപ്ലിങ്. 4 ബോൾട്ടുകൾ, 2 ഷാഫ്റ്റ് എൻഡുകളുണ്ട്, 2 ഫ്ലാഞ്ചസ് ഉണ്ട്, 4 ബോൾട്ട് വെച്ചിട്ട് ഇതിനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗിവൺ ഡാറ്റ നമുക്കൊന്നുകൂടി നോട്ട് ചെയ്യാം. ടോർക്ക് 25 Nm. അപ്പോൾ അതിനെ നമ്മൾ ന്യൂട്ടൺ mmലേക്ക് മാറ്റി എഴുതി 25,000 Nm. ദെൻ നമ്പർ ഓഫ് ബോൾട്ട്സ് 4. ദെൻ അലൗബിൾ ഷിയർ സ്ട്രെസ് 30 MPa. ദെൻ റേഡിയസ് ഓഫ് ബോൾട്ട് സർക്കിൾ ഓഫ് ദി ഫ്ലാഞ്ചഡ് കപ്ലിംഗ് ഈസ് 30 mm. ക്യാപിറ്റൽ R എന്നാണ് ഇപ്പോൾ തൽക്കാലം അതിൻ്റെ ഒരു നൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത്. ദെൻ ബോൾട്ട് സൈസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ബോൾട്ടിൽ എത്ര ഷിയർ ലോഡ് ആക്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ ബേസിലാണ് നമുക്ക് ഒരു ബോൾട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ ആദ്യമേ തന്നെ ടോട്ടൽ ഷിയർ ലോഡ് 4 ബോൾട്ടിലും കൂടിയിട്ട് എത്ര ഷിയർ ലോഡ്, അപ്പോൾ ടോർക്ക് ഡിവൈഡഡ് ബൈ റേഡിയൽ ഡിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഷിയർ ലോഡിൻ്റെ വാല്യൂ പി എന്ന് പറയുന്ന ഒരു നൊട്ടേഷനിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കിവിടെ ടോർക്കിൻ്റെ വാല്യൂ റേഡിയസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പി എന്ന് പറയുന്ന ടോട്ടൽ ഷിയർ ലോഡ് 833.33 Newton എന്ന് കിട്ടി. ഓക്കെ, ഇനി ഒരു സിംഗിൾ ബോൾട്ടിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ലോഡ് FS എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ഡിവൈഡഡ് ബൈ N, നമ്പർ ഓഫ് ബോൾട്ട്സ് വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഒരു സിംഗിൾ ബോൾട്ടിൽ ആക്ട് ചെയ്യുന്ന വാല്യൂ, ഷിയർ ലോഡിൻ്റെ വാല്യൂ. അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 208.3325 Newton എന്ന് കിട്ടും. ഓക്കെ, 208.3325 Newton. ദെൻ നമുക്ക് ഈ ഒരു ഷിയർ ലോഡ് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോൾട്ട് കണ്ടുപിടിക്കണം. അതിൻ്റെ സൈസ്, ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ബോൾട്ടിൽ ഇതേപോലെ ഒരു ഷിയർ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും എന്നുള്ളതിനൊരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ കോർ ഏരിയ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഷിയർ സ്ട്രെസ് കിട്ടും. നമ്മളിതിന് മുമ്പ് പറഞ്ഞിരുന്നു ഷിയറിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ശരിക്കും ബോൾട്ടിൻ്റെ ഷാങ്ക് പോർഷനിലാണ് ലോഡ് ആക്ട് ചെയ്യേണ്ടത്, ത്രെഡ് പോർഷനിലല്ല. പക്ഷേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോർ ഡയാമീറ്റർ തന്നെയായിരിക്കും കണ്ടുപിടിക്കുന്നുണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് ത്രെഡഡ് പോർഷനിൽ ഷിയർ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിലും അത് ഫെയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇനിയിപ്പോൾ നിങ്ങൾ പറയുകയാണ്, അസംഷൻ നിങ്ങൾ എടുത്ത് പറയുകയാണ്, അതായത് ലോഡ് ആക്ട് ചെയ്യുന്നത് കോർ പോർഷനിലല്ല ഷാങ്ക് പോർഷനിൽ തന്നെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോർ ഏരിയ അല്ലാതെ ഒരു നോമിനൽ ഡയാമീറ്ററിൻ്റെ ബേസിലുള്ള ഏരിയ വെച്ചിട്ടും സോൾവ് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നോമിനൽ ഡയാമീറ്ററിൻ്റെ ഒരു വാല്യൂ കിട്ടും. അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ പറയാം. ഓക്കെ, അതല്ലെങ്കിൽ കോർ ഏരിയ വെച്ചിട്ടും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ കോർ ഏരിയ നമ്മളിവിടെ ഇക്വേഷൻ എഴുതി, ദെൻ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കോർ ഡയാമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും, 4FS ഡിവൈഡഡ് ബൈ പൈ ടോ. അപ്പോൾ ഇവിടെ ഒരു ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇക്വേഷൻ എന്നാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. നമ്മുടെ കേസിൽ ഒരു അലൗബിൾ ഷിയർ സ്ട്രെസ്, ഒരു ലിമിറ്റിംഗ് ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബോൾട്ടിൻ്റെ ഡയമെൻഷനിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ടോക്ക് പകരം നമ്മൾ അലൗബിൾ ഷിയർ സ്ട്രെസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അൺനോൺ പാരാമീറ്റർ ആയിട്ടുള്ള ഡയാമീറ്റർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ നമുക്ക് അറിയുന്ന FS ഷിയർ ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അതേപോലെ അലൗബിൾ ഷിയർ സ്ട്രെസ് നമുക്കറിയാം. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കോർ ഡയമീറ്ററിൻ്റെ വാല്യൂ 2.974 mm എന്നാണ് കിട്ടിയത്. ഓക്കെ, ദെൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി കോർ ഡയമീറ്ററും നോമിനൽ ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ഓക്കെ, 0.84D എന്നുള്ളതാണ് കോർ ഡയമീറ്ററിൻ്റെ വാല്യൂ. അപ്പോൾ നോമിനൽ ഡയമീറ്റർ ആക്കണമെങ്കിൽ കോർ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 0.84 എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3.54 mm എന്നുള്ളതാണ് നോമിനൽ ഡയമീറ്റർ ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഡാറ്റാ ബുക്കിൽ നമുക്ക് നെക്സ്റ്റ് ഹയർ വാല്യൂ, അടുത്ത സ്റ്റാൻഡേർഡ് ഡയമീറ്ററിൻ്റെ വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിത് റൗണ്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് അടുത്ത ഒരു സ്റ്റാൻഡേർഡ് ഡയമെൻഷനാണ് ഇവിടെ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ 4 mm
3.5 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു സ്റ്റാൻഡേർഡ് ബോൾട്ട് ഡയാമീറ്റർ എന്ന് പറയുന്നത് 4 mm ആണ്. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്, ചുമ്മാ റൗണ്ട് ചെയ്തിട്ടുള്ളതല്ല. ഓക്കെ, സോ നമ്മുടെ സ്റ്റാൻഡേർഡ് M4 ബോൾട്ട് വിത്ത് കോഴ്സ് ത്രെഡ്സ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കോഴ്സ് ത്രെഡ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ M4 എന്നുള്ള നൊട്ടേഷൻ മാത്രമായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫൈൻ ത്രെഡ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ഇൻറ്റു പിച്ച് എന്നുള്ള രീതിയിൽ പിച്ചിൻ്റെ വാല്യൂ കൂടി അവിടെ എടുത്ത് പറയണം. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ കോഴ്സ് ത്രെഡ് ആണോ ഫൈൻ ത്രെഡ് ആണോ എന്നൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കോഴ്സ് ത്രെഡ് ആണ് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ ഈ രീതിയിൽ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് എഴുതണം. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കാം. ദി സിലിണ്ടർ ഹെഡ് ഓഫ് എ സ്റ്റീം എൻജിൻ ഈസ് ഹെൽഡ് ഇൻ പൊസിഷൻ by means of 12 bolts. It is subjected to a steam pressure of 5 bar. The joint is made leak proof by using a soft copper gasket. If the effective diameter of the cylinder is 250 mm, find the size of the bolt. Assume that the allowable tensile stress for the bolts is limited to 90 MPa. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ഒരു വ്യത്യാസമുള്ളത്, നമ്മളിതിന് മുമ്പ് ചെയ്ത 2 പ്രോബ്ലംസും ഡയറക്റ്റ് ലോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഓക്കെ, ഒരു ബോൾട്ടിൽ ഒരു ഡയറക്റ്റ് ടെൻസൈൽ ലോഡോ അല്ലെങ്കിൽ ഒരു ഷിയർ ലോഡോ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബോൾട്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇത് ഒരു ഫ്ലൂയിഡ് ടൈറ്റ് ജോയിൻറ്റിൻ്റെ കേസാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫ്ലൂയിഡ് ടൈറ്റ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ കമ്പൈൻഡ് ആയിട്ടുള്ള ലോഡിംഗ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പല ടൈപ്പ് ലോഡിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അവിടെ ഒരു ഇനീഷ്യൽ ടൈറ്റനിങ്, ഒരു ഇനീഷ്യൽ ടെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ, ഇനീഷ്യലായിട്ട് ഒരു സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ബോൾട്ടുകൾ ടൈറ്റൻ ചെയ്യണ കാരണം ഒരു ഇൻറ്റേർണൽ സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കേസ് ഉണ്ട്. ദെൻ എക്സ്റ്റേണൽ ലോഡ് കാരണം സ്ട്രെസ്സുകൾ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഈ എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ 2 പ്രോബ്ലം, ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സിൻ്റെ ഒക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്തത്. ഇൻറ്റേർണൽ സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഫ്ലൂയിഡ് ടൈറ്റ് ജോയിൻറ്റുകളുടെ കേസിലാണ്. ഫ്ലൂയിഡ് ടൈറ്റ് ജോയിൻറ്റിൽ പിന്നെ വരുന്നൊരു കാര്യം, നമ്മൾ അവിടെ ഒരു ഗ്യാസ്കറ്റ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു റിസൾട്ടൻ്റ് ലോഡ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഓക്കെ, റിസൾട്ടൻ്റ് ലോഡ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ടെൻഷൻ പ്ലസ് കെ എന്ന് പറയുന്നൊരു ഫാക്ടർ ഇൻറ്റു എക്സ്റ്റേണൽ ലോഡ്, അങ്ങനെ ഒരു ഇക്വേഷനൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ കെ എന്ന് പറയുന്ന ഫാക്ടർ ഡിനോട്ട് ചെയ്യണത് അവിടുത്തെ ഗ്യാസ്കറ്റ്, അതേപോലെ ജോയിൻ ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ ഒരു കമ്പോണൻസിൻ്റെ ഒക്കെ ബിഹേവിയറാണ്. അതിൻ്റെയൊക്കെ ഈൽഡ് സ്ട്രെങ്ത് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്ടറാണ് കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പല രീതിയിലുള്ള ഗാസ്കറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ്? ലീക്ക് പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു മെറ്റൽ ടു മെറ്റൽ ജോയിൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ചെറിയ രീതിയിലുള്ള ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര ടൈറ്റായിട്ട് ആ ഒരു ജോയിൻറ്റ് എത്ര ടൈറ്റാക്കി വെച്ചാലും അതിൻ്റെ ഇടയിൽ ചെറിയ സ്ക്രാച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പുകൾ ഉണ്ടാവാം. അതേ കൂടെ നമ്മുടെ ഫ്ലൂയിഡ്, വർക്കിംഗ് ഫ്ലൂയിഡ് ലീക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, ഇപ്പോൾ കോപ്പറോ അതല്ലെങ്കിൽ റബ്ബർ പോലത്തെയൊക്കെ മെറ്റീരിയൽസിൻ്റെ ഗ്യാസ്കറ്റ് ഇതിൻ്റെ 2 കമ്പോണൻസിൻ്റെ ഇടയിൽ വെച്ചിട്ട് ബോൾട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോഴത്തേക്കും അവിടെ നമുക്ക് ലീക്ക് വരില്ല എന്നുള്ള ഒരു കാര്യമാണ് എൻഷുർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കേസാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. ഒരു സ്റ്റീം എൻജിൻ്റെ സിലിണ്ടർ ഹെഡാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ബോൾട്ടുകൾ 12 ബോൾട്ട് വെച്ചിട്ടാണ് ഈ ഒരു സിലിണ്ടർ ഹെഡ് അവിടെ ഫാസ്റ്റൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ ഈ ഒരു സിലിണ്ടറിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് 5 bar ആണെന്ന് തന്നിട്ടുണ്ട്. കോപ്പറിൻ്റെ ഒരു ഗാസ്കറ്റാണ് അവിടെ ഉപയോഗിക്കുന്നത്. ദെൻ ഈ സിലിണ്ടറിൻ്റെ ഒരു ഡയാമീറ്റർ, ഇൻറ്റേർണൽ ഡയാമീറ്റർ എന്ന് പറയുന്നത് 250 mm ആണ്. ദെൻ നമ്മുടെ ബോൾട്ട് മെറ്റീരിയലിൻ്റെ അലൗബിൾ ടെൻസൈൽ സ്ട്രെസ് തന്നിട്ടുണ്ട് 90 MPa. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയഗ്രാം ഇങ്ങനെയാണ്. നമുക്ക് മഹാദേവൻ ഡാറ്റ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ പേജ് നമ്പർ 128 ഇങ്ങനെ ഒരു ഡയഗ്രാം അവൈലബിൾ ആണ്. ഓക്കെ, ഫ്ലൂയിഡ് ടൈറ്റ് ജോയിൻറ്റിൻ്റെ കേസിൽ നമ്മൾ ഇതേപോലെ പ്രത്യേകിച്ച് ഡയഗ്രാം ഒന്നും ചോദ്യത്തിൽ തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണ് ആ ഒരു
അറേഞ്ച്മെൻറ്റ് വരിക എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡയഗ്രാം വരയ്ക്കുക. ദെൻ ഇതാണ് നമ്മുടെ സിലിണ്ടറിൻ്റെ ഒരു പോർഷൻ, സിലിണ്ടർ ഹെഡ്. ദെൻ അതിനൊരു ലിഡ് പോലെ ഒരു മൂടി പോലെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇത് തമ്മിലാണ് നമ്മൾ ബോൾട്ട് ഇട്ടിട്ട് ജോയിൻ ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ ഇടയിൽ ഇവിടെയായിട്ട് ഗാസ്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ലെയർ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്കിവിടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് ഒരു ഇൻറ്റേർണൽ പ്രഷർ 5 ബാർ ഇൻറ്റേർണൽ പ്രഷറാണ് മാക്സിമം ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ദെൻ ഇതിൻ്റെ ഒരു ഡയാമീറ്റർ, ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു ഡയാമീറ്റർ ക്യാപിറ്റൽ ഡി എന്നുള്ളത് 250 mm എന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രഷർ 5 ബാർ എന്നുള്ളത് നമുക്ക് ഒരു SI യൂണിറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 5 × 10⁵ പാസ്കൽ, 1 ബാർ എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കലാണ്. ഓക്കെ, അപ്പോൾ പാസ്കൽ എന്ന് പറയുന്നത് Nm/m². ഓക്കെ, അപ്പോൾ ഇതിന് തന്നെ നമുക്ക് വേണമെങ്കിൽ 0.5 × 10⁶ പാസ്കൽ എന്നും പറയാം. ഈ 10⁶ എന്നുള്ളതിന് ഈക്വലൻ്റ് ആണ് മെഗാ എന്ന് പറയുന്ന ടേം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ 0.5 മെഗാ പാസ്കൽ അതല്ലെങ്കിൽ Nm/mm² എന്നുള്ള രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാസ്കലിലുള്ളതിനെ, ഇത് Nm/m² ആണ്, അതിനെ Nm/mm² മാറ്റി എഴുതിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 0.5 Nm/mm² അല്ലെങ്കിൽ മെഗാ പാസ്കൽ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ മില്ലിമീറ്ററിലുള്ള വാല്യൂസ് വെച്ച് സോൾവ് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ദെൻ 12 ബോൾട്ടുകളാണ് ഇവിടെ വരുന്നത്. ദെൻ സിലിണ്ടറിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ 250 mm ആണ്. അലൗബിൾ സ്ട്രെസ് 90 MPa. ദെൻ ബോൾട്ടിൻ്റെ സൈസ് കണ്ടുപിടിക്കണം. ദെൻ ഇതൊരു ഫ്ലൂയിഡ് ടൈറ്റ് ജോയിൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതായത് ഗാസ്കറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ലീക്ക് പ്രൂഫ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബോൾട്ടിൽ ഒരു ഇനീഷ്യൽ ടൈറ്റനിങ് ലോഡും ഒരു എക്സ്റ്റേണൽ ലോഡും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് ടൈറ്റ് ജോയിൻ്റ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ റിസൾട്ടൻ്റ് സ്ട്രെസ്സൊക്കെ ലോഡൊക്കെ കണ്ടുപിടിച്ച് ഡിസൈൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇവിടുത്തെ എക്സ്റ്റേണൽ ലോഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അത് FA എന്നുള്ളൊരു നൊട്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഡാറ്റ ബുക്കിൽ കണ്ട ഇക്വേഷനിലൊക്കെ അങ്ങനെയാണ്. FA എന്ന് പറയുന്നൊരു നൊട്ടേഷൻ വെച്ചിട്ടാണ് ആക്സിയൽ ഡയറക്ഷനിലാണ് ഇവിടെ ലോഡ് ആക്ട് ചെയ്യുക. അപ്പോൾ ഒരു ആക്സിയൽ എക്സ്റ്റേണൽ ലോഡ് എന്നുള്ള രീതിയിലും വേണമെങ്കിൽ നമുക്കതിനെ കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം ഇതിൻ്റെ അകത്ത് 5 ബാർ പ്രഷറുള്ള കാരണം ഈ ഒരു പ്ലേറ്റിൽ, ഇതിൻ്റെ മുകളിലുള്ള ഒരു എൻഡ് പ്ലേറ്റിൽ ഇത്രയും സർഫസിൽ, ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള സർഫസിലാണ് ഈ 5 ബാർ പ്രഷർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു ടോട്ടൽ ഏരിയ ഇൻറ്റു പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലേറ്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ് കിട്ടും. അത്രയും ലോഡിനെയാണ് ഇവിടെ നമ്മൾ ഈ ഒരു സർക്കുലാർ ഒരു ഇതിൽ പിടിപ്പിച്ചിട്ടുള്ള ഒരു സർക്കിളിൽ പിടിപ്പിച്ചിട്ടുള്ള 12 ബോൾട്ടുകളും കൂടിയിട്ട് ക്യാരി ചെയ്യേണ്ട വരുന്ന ലോഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു സർക്കുലാർ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന, ഈ പ്രഷർ കാരണം ആക്ട് ചെയ്യുന്ന ഒരു ലോഡിനെയാണ് ഈ 12 ബോൾട്ടുകളും ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ അവിടുത്തെ ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ഇവിടെ എക്സ്റ്റേണൽ ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ലോഡ് ഇസിക്കൽ ടു, അപ്പോൾ ഈ ഒരു പ്രഷർ ഇൻറ്റു ഇതിൻ്റെ സർക്കുലാർ ഏരിയ π/4d² കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഒരു സിംഗിൾ ബോൾട്ടിൽ ആക്ട് ചെയ്യുന്ന ആക്സിൽ ലോഡ് കിട്ടാനായിട്ട് നമ്മളിതിനെ നമ്പർ ഓഫ് ബോൾട്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ FA എന്നുള്ളത് ഒരു സിംഗിൾ ബോൾട്ടിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ലോഡിൻ്റെ വാല്യൂ ആണ്. നമുക്കിവിടെ പ്രഷറിൻ്റെ വാല്യൂ 0.5 MPa എന്നുണ്ട്, ഡയാമീറ്റർ 250 mm, N = 12. ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആക്സിൽ ലോഡ് 2044.27 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, ദെൻ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിസൾട്ടൻ്റ് ആക്സിയൽ ലോഡ്. ഒരു ബോൾട്ടിൽ വരുന്ന, ഒരു സിംഗിൾ ബോൾട്ടിൽ വരുന്ന റിസൾട്ടൻ്റ് ആക്സിയൽ ലോഡാണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, F = FI + K × FA. FI എന്നുള്ളത് ഒരു സിംഗിൾ ബോൾട്ടിൽ ഉണ്ടാകുന്ന ലോഡാണ്, ഇനീഷ്യൽ ടൈറ്റനിങ് ലോഡ്. ഓക്കെ, നമ്മൾ ഫ്ലൂയിഡ് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ടോർക്ക് അപ്ലൈ ചെയ്ത് നട്ടും ബോൾട്ടും കൂടി ബോൾട്ടിന് പുറത്ത് നട്ട് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ബോൾട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻറ്റേർണൽ സ്ട്രെസ്സിൻ്റെ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ടെൻഷൻ ലോഡിൻ്റെ വാല്യൂ ആണ് FI എന്നുള്ളത് പ്ലസ് K × FA. K എന്നുള്ളത് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറാണ്. FA എന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച എക്സ്റ്റേണൽ ലോഡിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് മഹാദേവൻ ഡാറ്റ ബുക്കിൽ 128-ാമത്തെ പേജിൽ അവൈലബിൾ ആണ്. ദെൻ ഇൻറ്റേർണൽ ലോഡ് ടെൻഷൻ്റെ വാല്യൂ നമുക്കൊരു എംപിരിക്കൽ റിലേഷൻ ആണുള്ളത്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. ആ ഒരു ഇക്വേഷൻ 2840 D Newton.
അപ്പോൾ ഈ ഒരു ഡി എന്ന് പറയുന്നത് നിങ്ങളുടെ ബോൾട്ടിൻ്റെ നോമിനൽ ഡയാമീറ്റർ ആണ്. ഓക്കെ, ദെൻ ഈ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ഇനീഷ്യൽ ടെൻഷൻ. ടൈറ്റനിങ് കാരണം ബോൾട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇനീഷ്യൽ ടെൻഷൻ്റെ വാല്യൂ ആണത്, അല്ലെങ്കിൽ ഒരു പ്രീ ലോഡ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് മഹാദേവൻ ഡാറ്റാ ബുക്കിലുണ്ട്. 127 എന്ന് പറയുന്ന പേജിലാണ്. അപ്പോൾ ഡാറ്റാ ബുക്കിൽ ശരിക്കും വാല്യൂ 2805 എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2840 എന്ന് പറയുന്ന ഇൻറ്റു ഡി എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കൂടുതലും കാണാൻ പറ്റുക. അതുകൊണ്ടാണ് ഞാനതിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു വാല്യൂ നമുക്ക് ഡാറ്റാ ബുക്കിലും അവൈലബിൾ ആണ്. ദെൻ കെ എന്ന് പറയുന്ന ഫാക്ടർ നമ്മുടെ ഗാസ്കറ്റ് മെറ്റീരിയലിനനുസരിച്ച് വേരി ചെയ്യും. ഇപ്പോൾ സോഫ്റ്റ് കോപ്പർ ഗാസ്കറ്റിനാണെങ്കിൽ കെയുടെ വാല്യൂ 0.5 എന്നാണ് കിട്ടുക. മഹാദേവൻ ഡാറ്റാ ബുക്കിൽ 136 പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നിങ്ങൾക്ക് ഈ വാല്യൂ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് റിസൾട്ടൻ്റ് ആക്സിയൽ ലോഡ് കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ ഡി എന്ന് പറയുന്നത് അൺനോൺ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ ആണ് നോമിനൽ ഡയാമീറ്റർ ഡി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സമ്മായിട്ട് ഇങ്ങനെയാണ് വാല്യൂ വരുന്നത്. 2840 ഡി പ്ലസ് 1277.66. ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ് ആക്സിയൽ ലോഡ്. ഓക്കെ, അപ്പോൾ നമ്മളിനി ബോൾട്ടിൻ്റെ സൈസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ബോൾട്ടിൽ ആക്ട് ചെയ്യുന്നത് ഒരു ടെൻസൈൽ സ്ട്രെസ്സാണ്. ഓക്കെ, അപ്പോൾ ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, F/AC. എഫ് എന്നുള്ളത് ഞാൻ ഈ ഒരു പ്രോബ്ലത്തിൽ അതായത് ചുമ്മാ ഒരു ലോഡ് ഡിവൈഡഡ് ബൈ കോർ ഏരിയ എന്നുള്ളതാണ് നമ്മുടെ ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. ഇവിടെ ഒരു റിസൾട്ടൻ്റ് ആക്സിയൽ ലോഡിൻ്റെ നൊട്ടേഷൻ എഫ് ആയതുകൊണ്ട് അവിടെ ലോഡിൻ്റെ സ്ഥാനത്ത് എഫ് എന്ന് കാണിച്ചു എന്നുള്ളൂ. ദെൻ ഡിനോമിനേറ്ററിൽ കോർ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. അതേപോലെ കോർ ഡയാമീറ്റർ എന്നുള്ളത് 0.84 ടൈംസ് ഓഫ് നോമിനൽ ഡയാമീറ്റർ ആണെന്നും അറിയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മുടെ അറിയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എഫ് എന്നുള്ള റിസൾട്ടൻ്റ് ലോഡിൻ്റെ അത് ഒരു ഇക്വേഷൻ്റെ ഫോമിലായിരുന്നു, അതവിടെ കൊടുത്തു. ദെൻ ഡിനോമിനേറ്ററിൽ നമ്മുടെ ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഈ ഒരു ഇക്വേഷനെ ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. നമുക്കിവിടെ ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് ഇല്ല, പകരം നമുക്കൊരു അലൗബിൾ ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അലൗബിൾ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോർ ഡയാമീറ്റർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഡയാമീറ്ററാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സിഗ്മ ടി എന്നുള്ളതിന് പകരം നമ്മൾ അലൗബിൾ സ്ട്രെസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഈ ഒരു ഡിനോമിനേറ്ററിനെ നമ്മൾ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തു. അതേപോലെ കോർ ഡയാമീറ്ററിന് പകരം നമ്മൾ 0.84 ഡി എന്നുള്ളത് കൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ ഒരു ഒറ്റ പാരാമീറ്ററിൻ്റെ ടേമിലേക്ക് ഈ ഒരു ഇക്വേഷനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കോർ ഡയാമീറ്ററും നോമിനൽ ഡയാമീറ്ററും ഒക്കെ കൂടി കമ്പൈൻഡ് ആയിട്ടൊരു ഇക്വേഷൻ വരുമ്പോൾ ഏതെങ്കിലും ഒരു ടേമിനെ നമുക്ക് മാറ്റാണ്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നോമിനൽ ഡയാമീറ്ററിൻ്റെ ടേമിലേക്ക് ഇതിനെ മാറ്റി. ദെൻ അലൗബിൾ സ്ട്രെസ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അലൗബിൾ സ്ട്രെസ് 90 MPa ആണ്. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് കിട്ടും. ഓക്കെ, 45.216 ഡി സ്ക്വയർ മൈനസ് 2840 ഡി മൈനസ് 1277.668 = 0. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡയാമീറ്ററിൻ്റെ വാല്യൂ 63.256 മില്ലിമീറ്റർ എന്നാണ് കിട്ടുന്നത്. ദെൻ ഡാറ്റ ബുക്കിലത്തെ വാല്യൂസ് വെച്ചിട്ട് നമ്മളിതിനെ റൗണ്ട് ചെയ്തു 64 mm. ഇപ്പോൾ 63 ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡയാമീറ്ററിൻ്റെ വാല്യൂ എന്നുള്ളത് 64 mm ആണ്. ബോൾട്ടിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് വരുന്നത് 64 mm ആണ്. മഹാദേവൻ ഡാറ്റാ ബുക്കിൽ 139 പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ ടേബിളിൽ ഇത് കാണാം. ദെൻ നമുക്കിവിടെ കോഴ്സാണോ ഫൈൻ ത്രെഡ് ആണോ എന്നൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ തൽക്കാലം കോഴ്സ് ത്രെഡ് ആണ് എന്ന് അസ്യൂം ചെയ്യാം. സോ ദ സ്റ്റാൻഡേർഡ് M64 ബോൾട്ട് വിത്ത് കോഴ്സ് പിച്ച് ഈസ് സെലക്റ്റഡ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, M64 ബോൾട്ടാണ് നമ്മൾ ഫൈനലി ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെയിൻ പോയിൻറ്റ്സും ഇതിലിപ്പോൾ പ്രോബ്ലംസാണ്, 2 പ്രോബ്ലംസും നിങ്ങളുടെ നോട്ടിൽ എഴുതുക, അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.